തെലങ്കാനയിലെ കെമിക്കൽ ഫാക്ടറിയിൽ സ്ഫോടനത്തിൽ 10 പേർ മരിച്ചു. 20ഓളം പേർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ് ദില്ലിയിൽ നിന്നും. സിബി, ഇപ്പോഴും തീ അവിടെ പടർന്നുകൊണ്ടിരിക്കുകയാണോ? എന്താണ് നിലവിലത്തെ സാഹചര്യം? സംഘറടിയിലുള്ള ഒരു കെമിക്കൽ ഫാക്ടറിക്കാണ് തീ പിടിക്കുകയും വലിയ സ്ഫോടനം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്ഫോടനത്തിൽ 10 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിരവധി പേർക്ക്, അതായത് 20ലധികം പേർക്ക് അവിടെ പരിക്കുണ്ട്. നിരവധി പേർ ഈ ഒരു ഫാക്ടറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായും ഇപ്പോൾ വിവരമുണ്ട്. എന്തായാലും അവിടെ അഗ്നിശമന സേന എത്തി ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഏകദേശം 2 ഡസനിലധികം അഗ്നിശമന സേന അവിടെ എത്തി ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംഘടനയിലുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീപിടുത്ത കാരണം എന്തായാലും വ്യക്തമല്ല. വലിയ രീതിയിൽ വൻ സ്ഫോടനം, അതായത് തീപിടുത്തം എന്ന് പറയാൻ കഴിഞ്ഞ വൻ സ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് പ്രദേശവാസികളടക്കം പറയുന്നത്. 100ഓളം മീറ്ററിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ തെറിച്ചു പോയതായും അവിടെ പ്രദേശവാസികൾ പറയുന്നു. 15ലധികം ആളുകളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. വലിയ രീതിയിൽ പുക ഉയരുന്നതെല്ലാം തന്നെയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. എന്തായാലും സംഘറെഡി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ സ്ഫോടനമാണ് ഈ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായത്.